നമുക്ക് ഈ ചേച്ചിയുടെ കാര്യത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ചേച്ചി നാടക ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അതായത് KPSC നാടക ട്രൂപ്പ് എന്നാണ് വരുന്നത്. അത് ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്? ഡിഗ്രിക്ക് പഠിക്കുന്ന ഡിഗ്രി കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ സമയത്താണ് KPSC ഇതുപോലെ തമസ് എന്നും പറഞ്ഞൊരു നാടകം എടുക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരാൾ തന്നെ 2 ക്യാരക്ടർ ചെയ്യണം. ഒരു ചെറിയ കുട്ടിയാവണം. ഞാനാണ് 2 പേയ്മെന്റ് പഠിച്ചത്. അതെ, ഡബിൾ പേയ്മെന്റ് പിന്നെ 2 വേഷങ്ങളായിട്ട് അപ്പൊ അങ്ങനെ അവര് കണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടു. യൂണിഫോം ഒക്കെ ഇട്ടപ്പോ കറക്റ്റ് ആണ്. സാരി കൊടുത്തപ്പം വലിയ കുട്ടിയായി, അതും കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് നാടകത്തിൽ അഭിനയിക്കുന്നത്. അത് കുറെ സ്റ്റേജ് ചെയ്തു. അത് അതിന്റെ തൊട്ടടുത്ത വർഷം മുടിയനാപുത്രനും അശ്വമേധം എടുക്കുന്നു പറഞ്ഞ് അത് പിന്നെ ഒരു 2 വർഷം കൂടെ പോയി. സീരിയസ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അന്ന് എനിക്ക് അറിയില്ല, എനിക്ക് കോമഡി ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും എനിക്കറിയത്തില്ല. എപ്പോഴാണത് തിരിച്ചറിഞ്ഞത് ഞാൻ കോമഡി ചെയ്താലും കൊള്ളാം? തിരിച്ചറിഞ്ഞത് ഇതുപോലൊരു റിയാലിറ്റി ഷോ ആയിരുന്നു ഫസ്റ്റിലെ ഉണ്ടായിരുന്നത്. നമ്മുടെ തന്നെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ചാനലിൽ റിയാലിറ്റി ഷോ തുടങ്ങുന്നു. അപ്പൊ അതില് ഫീമെയിൽ മാത്രമുള്ള ഒരു ടീം. അപ്പൊ അങ്ങനെയാണ് അവിടെ ഫസ്റ്റ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ ഓക്കെയാ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അവരൊക്കെ ചിരിക്കുന്നത്. മനസ്സിലായി ഞാൻ അത്ര നാളും ചെയ്തല്ലായിരുന്നു ഈ പൊട്ടത്തരമാണെന്ന്. ശരി ശരി. ഈ ബിനുചേട്ടന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും, ബിനുചേട്ടൻ ഒരു കൊമേഡിയൻ മാത്രമല്ല, ഒരു അസൽ ഗായകനും കൂടിയാണെന്ന്. അതായത് അങ്ങനെ പാട്ട് പഠിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പഠിച്ചിട്ടില്ല, പക്ഷെ ഉള്ളിലൊരു കഴിവുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പാട്ടുകൾ പാടാനും പറ്റും. ഈ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും നന്നായിട്ട് പാടും? ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പം എല്ലാവരും അടിമാലി സ്കൂളിന്റെ ആസ്ഥാന കലാകാരായിരുന്നു. ഒരു ദിവസം വീട്ടിൽ തന്നെ വെച്ച് യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയാലെന്ന് വരെ ഞാൻ ഓഫീസിൽ നിന്ന് ആലോചിക്കുന്നതാണ് ഹെഡ് മാസ്റ്റർ പറഞ്ഞത്. കാരണം ഈ പ്രൈസ് എല്ലാം ഇവർ കൊണ്ട് വന്നാൽ പിന്നെ ഈ എല്ലാവരും വിളിച്ചും കൂടെ വരുത്തണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ, പ്രൈസ് അങ്ങ് കൊടുത്താൽ മതിയില്ല എന്നും പറഞ്ഞ്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫാമിലി, അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ, ചേച്ചി എല്ലാവരും പാടുന്നു. ഞാൻ മാത്രം സിനിമാ നടനായി പോയത്. വേറൊരു കാര്യം, നമ്മൾ പണ്ട് എന്താണ് നമുക്ക് ആകണമെന്ന് ആഗ്രഹിച്ചോ? നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് സാറ് പറഞ്ഞാല് നിങ്ങൾ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം അത്. തീർച്ചയായിട്ടും. വേറെ ഒന്നുമല്ല, അതിന് ഉദാഹരണം ഞാൻ അടിമാലിയിൽ കിടക്കുന്ന ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കണമെങ്കിൽ എൻ്റെ അടങ്ങാനാവാത്ത ആഗ്രഹം മാത്രമാണ്. എൻ്റെ സൗന്ദര്യം അന്ന് കാണണമായിരുന്നു. അയ്യോ, ഇപ്പൊ ഇതാണെങ്കിൽ അന്ന് എന്തായിരുന്നു? അപ്പൊ എൻ്റെ ചേട്ടന് ഞാൻ പണിക്കൊന്നും പോകാതെ വെറുതെ നടക്കുക. എന്താണ് കലാകാരനല്ലേ, ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് നടക്കുക. അപ്പൊ എൻ്റെ ചേട്ടൻ ചോദിച്ചു, എടാ ബിനു, എന്നാ നിന്റെ ഉദ്ദേശം? പറഞ്ഞു, സിനിമ നടനാവണോ? എടാ കാടിന്റെ മക്കൾ സിനിമ കഴിഞ്ഞു, ഇനി 2ാമത് എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വല്ല പണിക്കും പോടാ എന്ന് പറയും. അപ്പോഴും നമ്മള് സുന്ദരനാവാൻ വേണ്ടി പ്രത്യേകം വെളിച്ചെണ്ണ മേടിച്ചു വെക്കുക, പിയേഴ്സ് സോപ്പ് മേടിച്ചു വെക്കുക. അതെ, ആരെന്ത് കാണിക്കാന്ന് പറഞ്ഞാലും ഹൈ റേഞ്ചിൽ മുഖത്ത് പനിനീരും ഏത്തപ്പഴവും കൂടെ കുഴച്ച് തേച്ചാൽ സൗന്ദര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഈ പനിനീരും ഏത്തപ്പഴവും കൂടെ തേച്ച് മകരമാസം എന്ന് പറഞ്ഞാൽ ഐസ് തല്ലി പൊട്ടിച്ചിട്ട് വേണം ചായ ഇടാൻ. ആ സൈസ് തണുപ്പുള്ള സമയത്ത് മുഖത്ത് ഏത്തപ്പഴവും പനിനീരും തേച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തലക്കകത്ത് നീർക്കെട്ട് കയറി ഹോസ്പിറ്റലിൽ ഉറുമ്പെടുത്തോണ്ട് പോയോ എന്ന് പറഞ്ഞാല് എങ്ങനെയെങ്കിലും ഒന്ന് സൗന്ദര്യം വെക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു പ്രയത്നം, ഒരു ആഗ്രഹം അല്ലേ, അതൊക്കെ ആയിരിക്കും അവിടെ എത്തിച്ചത്. അതെ, അത് എന്ത് വന്നാലും നമ്മുടെ അടങ്ങാനാവാത്ത ആഗ്രഹം അതാണ് ഇതിലേക്ക് എത്തിച്ചത്.